അടിമാലി ഗ്രാമപഞ്ചായത്ത് ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മിക്കാൻ ശ്രമം നടത്തുന്ന വാളറ മേഖലയിൽ എംപി ഡീൻ കുര്യാക്കോസ് സന്ദർശനം നടത്തി. ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മാണം സംബന്ധിച്ച പ്രപ്പോസൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം എംപിക്ക് കൈമാറിയിരുന്നു. പദ്ധതിക്ക് അംഗീകാരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് എംപി വ്യക്തമാക്കി. അടിമാലി ഗ്രാമപഞ്ചായത്ത് സ്വപ്ന പദ്ധതി എന്ന നിലയിലാണ് വാളറിയിൽ ഗ്ലാസ് ബ്രിഡ്ജ് യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങളുമായി മുമ്പോട്ട് പോകുന്നത്. ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മാണം സംബന്ധിച്ച പ്രപ്പോസൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന് കൈമാറിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പദ്ധതി പ്രദേശത്ത് എംപി സന്ദർശനം നടത്തിയത്. പദ്ധതിക്ക് അംഗീകാരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് എംപി പറഞ്ഞു. അടിമാലി ഗ്രാമപഞ്ചായത്ത് റെസൊല്യൂഷൻ എടുത്ത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. NHന്റെ പ്രോജക്ട് ഡയറക്ടർ NHAയുടെ പ്രോജക്ട് ഡയറക്ടർ ശ്രീ പ്രദീപ് കുമാറിന് റിക്വസ്റ്റ് കൈമാറിയിട്ടുണ്ട്. അത് അംഗീകരിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ നാടിന്റെ ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രോജക്റ്റുകളെ നമ്മൾ നോക്കി കാണുന്നത്. തീർച്ചയായിട്ടും ഈ നാഷണൽ ഹൈവേയുടെ വികസനം ടൂറിസത്തിന് നല്ല നിലയിൽ സഹായിക്കുന്നുമുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടി കാര്യങ്ങൾ കണക്ട് ചെയ്തുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് പ്രപ്പോസൽ വെച്ചിട്ടുള്ളത്. അത് അംഗീകരിക്കുമെന്നുള്ള ഒരു ഉറപ്പാണ് തന്നിട്ടുള്ളത്. നാഷണൽ ഹൈവേ പ്രൊജക്ട് ഡയറക്ടറും എംപിക്കൊപ്പം ഉണ്ടായിരുന്നു. ദേശീയപാത 85 സഞ്ചരിക്കുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ് വാളറ വെള്ളച്ചാട്ടം. നിലവിൽ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി റോഡിൽ നിന്നാണ് സഞ്ചാരികൾ ആസ്വദിക്കുന്നത്. പഞ്ചായത്ത് ലക്ഷ്യമിടും പോലെ ഗ്ലാസ് ബ്രിഡ്ജ് യാഥാർത്ഥ്യമായാൽ വാളറയുടെയും അടിമാലിയുടെയും വിനോദസഞ്ചാര മേഖലയ്ക്കത് വലിയ മുതൽക്കൂട്ടാകും. ന്യൂസ് ബ്യൂറോ, അടിമാലി.